തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. സുഭാഷിതങ്ങളുടെ ആമുഖ വായന. അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നതിനും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ സൂക്തങ്ങളുടെ സമാഹാരമാണ് സുഭാഷിതങ്ങൾ. ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ എന്ന വാക്കുകൾ കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഇതിലെ ചില ശേഖരങ്ങൾക്ക് സോളമൻ്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. യുവാക്കളെയും അനുഭവജ്ഞാനം കുറഞ്ഞവരെയും പ്രത്യേകം മുൻപിൽ കണ്ടുകൊണ്ടാണ് താൻ എഴുതുന്നതെന്ന് ഗ്രന്ഥകാരൻ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എപ്രകാരം വർത്തിക്കണമെന്ന് ഇസ്രായേലിലെ ഗുരുഭൂതന്മാർക്കുള്ള വീക്ഷണം വ്യക്തമായി കാണാം. മതതലത്തിൽ മാത്രമല്ല, സമൂഹത്തിലും കുടുംബത്തിലും സമചിത്തതയോടെ വർത്തിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നു. എളിമ, ക്ഷമ, ദരിദ്രരോട് ബഹുമാനം, സ്നേഹിതർ തമ്മിൽ വിശ്വസ്തത, ഭാര്യാഭർത്തൃബന്ധം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. വിജ്ഞാനം, പോഷണം തമ്മിലുള്ള അന്തരം പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഹ്രസ്വവും ഹൃദയത്തിൽ തുളച്ചു കയറുന്നതുമായ ജ്ഞാനോക്തികൾ എളുപ്പത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിലായിരിക്കണം ഗ്രന്ഥത്തിന് അവസാന രൂപം നൽകിയത്. ആശയങ്ങൾക്കനുസരിച്ച് പ്രത്യേക ക്രമീകരണമൊന്നും കൂടാതെ ജ്ഞാനസൂക്തികൾ ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം. പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാരപ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും എത്രയിവ. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. ദുഷ്ടസമ്പർക്കം വെടിയുക. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക. മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവ നിന്റെ ശിരസ്സിന് വിശിഷ്ടാഹാരവും കഴുത്തിന് പതക്കങ്ങളും എത്രേ. മകനെ, പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരിക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം, അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം. അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെ ആകും. വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും. കൊള്ളമുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം. ഞങ്ങളോട് പങ്കുചേരുക, നമുക്കൊരു പണസഞ്ചി മാത്രം. മകനെ, നീ അവരുടെ വഴിയേ പോകരുത്. അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു. ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. പക്ഷി കാണുകെ അതിന് വലവയ്ക്കുന്നു. നിഷ്ഫലമാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ്. സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു. ആക്രമണത്തിലൂടെ നേട്ടങ്ങളുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്. അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആഹ്വാനം. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ നിന്ന് അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു. നഗര കവാടങ്ങളിൽ നിന്ന് അവർ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്രനാൾ ഭോഷരായി കഴിയും? എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എൻ്റെ ശാസന ശ്രദ്ധിക്കുക. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈനീട്ടിയിട്ട് ആരും ഗൗനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ
അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും, സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതരായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം. ജ്ഞാനത്തിൻ്റെ സൽഫലങ്ങൾ. മകനെ, എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിൻ്റെ ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയിക്കാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യോന്യമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു. ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാം നല്ല വഴി ഗ്രഹിക്കും. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. വിവേചനാശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും. അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ടു നടക്കുന്നു. നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്നും സ്വൈരിണിയുടെ ചാടുവാക്കുകളിൽ നിന്നും രക്ഷപ്പെടുക. അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയെ വിസ്മരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു, അവളുടെ പാത നിഴലിലൂടെ ലോകത്തിലേക്ക് നയിക്കുന്നു. അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരികയില്ല, ജീവൻ്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്തുനിന്ന് വിച്ഛേദിക്കപ്പെടും, വഞ്ചകർ പിഴുതെറിയപ്പെടും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം. കർത്താവിനോട് വിശ്വസ്തത. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിൻ്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സദ്കീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്നും അകന്നു മാറുക. അത് നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ജ്ഞാനം അമൂല്യം. ജ്ഞാനം നേടുന്നവന് അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയുംക്കാൾ ശ്രേഷ്ഠമാണ്. അവൾ രത്നത്തേക്കാൾ അമൂല്യമാണ്. നിങ്ങൾ കാക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലതു കൈയിൽ ദീർഘായുസ്സും ഇടതു കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, അന്യോന്യമായ ജ്ഞാനം വിവേചനാശക്തിയും പുലർത്തുക. അവൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ നിൻ്റെ ആത്മാവിന് ജീവനും കണ്ടത്തിൽ ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിൻ്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും. നിൻ്റെ കാലിടറുകയില്ല, നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും.
അയൽക്കാരനോടുള്ള കടമകൾ. കിടിലം കൊണ്ടുള്ള സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കരുത്. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു, സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി ആർജിക്കും, ഭോഷർക്ക് അവമതി ലഭിക്കും. ജ്ഞാനസമ്പാദനം അഭികാമ്യം. മക്കളെ, പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ, അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ. ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു, എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ അമ്മയ്ക്ക് ഏകസന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു. നിന്റെ ഹൃദയം എൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കുകയും അരുത്. ജ്ഞാനം ഉപേക്ഷിക്കരുത്. അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവ്വപ്രധാനം. എന്തും ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അവളെ അമൂല്യമായി കരുതുക. അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവൾ നിന്നെ ആദരിക്കും. അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാലയണിയിക്കും, നിനക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകും. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിക്കട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധയുടെ പാതകളിൽ എന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ നീ വീഴുകയില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയുമരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരികയില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവൻ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്രതമസ് പോലെയാണ്, ഇവിടെ തട്ടി വീഴുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിൽ ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നൊഴുകുന്നതാണ്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക. കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ നടക്കുന്ന വഴികൾ ഉത്തരമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.